ഹലോ, നമസ്കാരം മാഡം. നമസ്കാരം സർ. ആദ്യമായിട്ട് ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുന്നു. നിങ്ങളും നിങ്ങളുടെ കുടുംബത്തിനും സമ്പൂർണ്ണ ആരോഗ്യം താല്പര്യം പ്രകടിപ്പിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. കാരണം ഇനിയുള്ള കാലം എന്ന് പറയുന്നത് ആരോഗ്യമാണ് ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത്. അപ്പം ഈ ആരോഗ്യത്തിൻ്റെ ഈ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വോയിസ് ക്ലിപ്പ് ഇടുന്നത്. തീർച്ചയായിട്ടും ഒരു 10-15 മിനിറ്റ് നിങ്ങൾ ഈ വോയിസ് ക്ലിപ്പ് കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഹെൽത്തിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടാവും. ഞാൻ റെപ്രസെൻ്റ് ചെയ്യുന്ന ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ് ഫോർ ഹെൽത്ത് എന്ന് പറയുന്ന ഓർഗനൈസേഷനുമായിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. എന്താണ് ക്വസ്റ്റ് ഫോർ ഹെൽത്ത്? ആരോഗ്യത്തോട് താല്പര്യം കാണിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ച് അവർക്ക് വേണ്ടുന്ന റെലവൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ്, പ്രോഡക്ട്സ്, സർവീസ്, അവർക്ക് വേണ്ടുന്ന ട്രെയിനിങ്സ് എല്ലാം കൊടുക്കുന്ന ഒരു ഓർഗനൈസേഷനാണ് ക്വസ്റ്റ് ഫോർ ഹെൽത്ത്. എന്താണ് ഈ ഓർഗനൈസേഷൻ്റെ മിഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രൊജക്റ്റ് ആപ്പിൾ എന്ന് പറയും. ആസ്പയറിംഗ് പീപ്പിൾ ഫോർ പെർഫെക്റ്റ് ലൈഫ് എക്സ്പീരിയൻസ്. ഏറ്റവും നല്ല ഗുണനിലവാരമുള്ള ജീവിത രീതിയിൽ ഏറ്റവും നല്ല പങ്ക് വഹിക്കുന്ന ഒരു സംഗതിയാണ് നമ്മളെ കുടുംബത്തിൻ്റെ ആരോഗ്യം എന്ന് പറയുന്നത്. ശരിയല്ലേ സർ? അപ്പം അതിന് നമുക്ക് സമ്പൂർണ്ണ ആരോഗ്യത്തിലേക്ക് എത്താനുള്ള വഴി എങ്ങനെയൊക്കെയാണ്? അപ്പം ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാവുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ കുടുംബവും നിങ്ങളും ആരോഗ്യത്തിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ഫാമിലി തന്നെയാണ്, യാതൊരു സംശയവുമില്ല. അതിനെ നിങ്ങൾ അഭിനന്ദിക്കുന്നു. പക്ഷെ അതിനുവേണ്ടി നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്ന് നോക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ, അല്ലേ? അസുഖം വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് അസുഖം വരാതെ കണ്ട് നോക്കുന്നതല്ലേ നല്ലത് വെച്ചാൽ ഏറ്റവും ബെസ്റ്റ് അതാണ്. അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പൈസയും കുറച്ച് സമയവും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാവണം. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇന്നത്തെ പ്രാക്ടിക്കൽ ലൈഫിൽ, ഇന്നത്തെ നമ്മളെ ഹെൽത്ത് പ്രാക്ടീസിൽ, ഇന്നത്തെ നമ്മളെ ജീവിത രീതി വെച്ച് നോക്കുകയെന്നുണ്ടെങ്കിൽ നമുക്കൊരു പ്രായോഗികമായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് ഹെൽത്ത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട്. കാരണം നമുക്ക് തിരക്ക് പിടിച്ച ഒരു ജീവിത രീതിയാണ്. ഇതിനൊന്നും നമുക്ക് സമയമല്ല. നമുക്ക് എന്താ പറയുക, നമ്മളെ ജോലിയിലും ബിസിനസ്സിലൊക്കെ നമ്മൾ വളരെയധികം ഇൻവോൾവ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്നത്തെ ലേറ്റസ്റ്റ് ഡെവലപ്മെൻറ്റ്സും ആരോഗ്യത്തോടുള്ള ലേറ്റസ്റ്റ് അപ്രോച്ചസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. എന്തുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ളൊരു ഡിസ്കഷനിലേക്ക് എത്തി നിൽക്കേണ്ട ആവശ്യം വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കുക സർ, മാഡം. ഒരു 10-30-40 കൊല്ലം മുന്നേ നമ്മുടെ നാട്ടിൽ ഇത്രമാത്രം ഹോസ്പിറ്റലുകളോ ഡോക്ടർമാരോ മെഡിസിൻസോ ഉണ്ടായിരുന്നോ? ഇല്ല. അന്ന് ഇത്രമാത്രം അസുഖങ്ങൾ ഉണ്ടായിരുന്നോ? അതുമില്ല. അപ്പം അന്നത്തെക്കാളും ഹോസ്പിറ്റലുകളുടെയും ഡോക്ടേഴ്സിൻ്റെയും മരുന്നുകളുടെയും സയൻസും ഇത്രമാത്രം വളർന്നു എന്നുള്ള എല്ലാവർക്കും അറിയുന്ന സത്യമാണ്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക, അസുഖത്തിൻ്റെ എണ്ണവും കൂടി, അല്ലേ? തീർച്ചയായിട്ടും ഹോസ്പിറ്റലിലും ഡോക്ടേഴ്സും ഇതുമായി ബന്ധപ്പെട്ട പാരാമെഡിക്കൽ സ്റ്റാഫും ഡയഗ്നോസിങ് സെൻറ്റേഴ്സും മെഡിസിൻസും ഒക്കെ കൂടിയിട്ടുണ്ടെങ്കിൽ അസുഖത്തിൻ്റെ എണ്ണം കുറയുകയല്ലേ വേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മളിന്നുള്ളത് ഇൽനെസ് ഇൻഡസ്ട്രിയിലാണ്. രോഗം വന്ന് ചികിത്സിക്കുന്ന ഒരു ഇൻഡസ്ട്രിയിലാണ് നമ്മളുള്ളത്. പക്ഷെ നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത് വെൽനെസ്സിനെ കുറിച്ചാണ്. WELLNESS. ഇൽനെസ്സിൻ്റെ ഓപ്പോസിറ്റ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. പക്ഷെ ഞാൻ ഒരിക്കലും ഇൽനെസ്സിൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറയില്ല. ഇൽനെസ്സിൻ്റെ കൂടെ തന്നെ വെൽനെസ്സും നമുക്ക് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് സമ്പൂർണ്ണ ആരോഗ്യം കിട്ടുന്നുണ്ട്. വെൽനെസ്സിൽ ആർക്കും വരാം. ആരോഗ്യം താല്പര്യമുള്ള ഏതൊരു വ്യക്തിക്കും വെൽനെസ്സിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കാം. അതിന് നിങ്ങൾ ഡോക്ടർ ആയിക്കൊള്ളുന്നില്ല, ഇതിൻ്റെ എക്സ്പേർട്ട് ആയിക്കൊള്ളുന്നില്ല. ആരോഗ്യം താല്പര്യമുള്ള, ആരോഗ്യത്തോട് ഏറ്റവും കൂടുതൽ ഇഷ്ടം കാണിക്കുന്ന ഏവർക്കും ഇതിലേക്ക് സ്വാഗതം ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ നമ്മുടെ ഏറ്റവും വലിയ ഗോൾ എന്ന് പറയുന്നത് ലിവ് ലോങ് ആൻഡ് ലിവ് ഹെൽത്തി എന്ന് പറയും. ശരിയല്ലേ? ഒരുപാട് കാലം ജീവിക്കുന്നു, ആരോഗ്യത്തോടു കൂടി ജീവിക്കുന്നു. എന്തുകൊണ്ട് ആരോഗ്യത്തിന് ഇത്രമാത്രം പ്രസക്തി വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് ലോകത്തിൽ പ്രമേഹത്തിൻ്റെ തലസ്ഥാനമാണ് ഇന്ത്യ. 100-ൽ 60 പേര് മരിക്കുന്നുണ്ടെങ്കിൽ അത് ഹൃദയാഘാതം കൊണ്ട് മാത്രമാണ് മരിക്കുന്നത്. 2030 ആകുമ്പോഴത്തേക്കും കണക്കുകൾ പറയുന്നത് ഇന്ത്യയിൽ 30% ക്യാൻസർ രോഗികൾ ഉണ്ടാവുമെന്നാണ്. പല രാജ്യത്തിൻ്റെ ജനസംഖ്യയേക്കാൾ അധികം ആൾക്കാർ ഇന്ത്യയിൽ മുട്ട് തേയ്മാനം, എല്ല് തേയ്മാനം, ഉരവേദന സംബന്ധമായ അസുഖങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. തൈറോയ്ഡ് സംബന്ധമായുള്ള പ്രശ്നങ്ങൾ, ഫാറ്റി ലിവർ, ഒബേസിറ്റി, ക്യാൻസർ, ഡയബറ്റീസ്, ഹാർട്ട് പ്രോബ്ലം, ബ്ലഡ് പ്രഷർ, ഇതൊക്കെ ഇന്ന് സാധാരണമായിട്ട് കാണാൻ തുടങ്ങിയിട്ടുള്ളൊരു ഡിസീസായിട്ട് മാറി, അല്ലേ? അങ്ങനെയാണെങ്കിൽ ആരോഗ്യം എന്താണ്? ലെറ്റ് us see വാട്ട്സ് ഗുഡ് ഹെൽത്ത്. ഗുഡ് ഹെൽത്ത് എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാം, രോഗമില്ലാത്ത അവസ്ഥയാണ് ആരോഗ്യമെന്ന് ഏതൊരു സാധാരണക്കാരനും പറയും. തീർച്ചയായിട്ടും ശരിയാണ്. പക്ഷെ രോഗമില്ലാത്ത അവസ്ഥ മാത്രമാണോ എന്ന് ചോദിച്ചാൽ അത് മാത്രമല്ല. ഒരു വ്യക്തിയുടെ ശാരീരികമായിട്ടും മാനസികമായിട്ടും സാമൂഹികമായിട്ടും സാമ്പത്തികമായിട്ടും ആത്മീയമായിട്ടും നല്ലൊരവസ്ഥ തന്നെയാണ് എന്ത് പറയുന്നത്, ആരോഗ്യം എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലേക്ക് ഒരു വ്യക്തി എത്തുന്നത്. ആരോഗ്യത്തിന് നമുക്ക് മെയിനായിട്ട് 4 പില്ലേഴ്സായിട്ട് വേണമെങ്കിൽ നമുക്ക് ഡിവൈഡ് ചെയ്യാം.
ഫസ്റ്റ് പില്ലർ എന്ന് പറയുന്നത് പോസിറ്റീവ് മെൻ്റൽ ആറ്റിറ്റ്യൂഡ്, ഒരു ശുഭാപ്തി വിശ്വാസം. എന്തിനും ഒരു പോസിറ്റീവായിട്ട് കാണുക എന്നുള്ളത്. പ്രത്യേകിച്ചും ഇന്നത്തെ പല ജീവിതശൈലി അസുഖങ്ങളും വരാനുള്ള ഒരു കാരണം ടെൻഷനും സ്ട്രെസ്സുമാണ്. അത് ടെൻഷനും സ്ട്രെസ്സും ഇല്ലാത്തതിന് ഒരു കാരണം നമ്മളെ ചിന്തകൾ വളരെ മോശപ്പെട്ട ചിന്തകൾ, നെഗറ്റീവ് തോട്ട്സിലേക്കാണ് നമ്മൾ കൂടുതലായിട്ടും പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഉറക്കക്കുറവ്, ക്ഷീണം, തളർച്ച, സ്ട്രെസ്സുമായി ബന്ധപ്പെട്ട തൈറോയ്ഡ് സംബന്ധമുള്ള പ്രശ്നങ്ങൾ, ഒബേസിറ്റി, ഡയബറ്റീസ്, ബ്ലഡ് പ്രഷർ, ഹാർട്ട് പ്രോബ്ലം, ഇതിനൊക്കെ ഒരു കാരണം സ്ട്രെസ്സാണ്. അതിന് നികത്താനായിട്ട് നമ്മൾ തന്നെ അതിന് വേണ്ടുന്ന സ്റ്റെപ്സ് നമ്മൾ തന്നെ എടുക്കേണ്ടിയിരിക്കുന്നു. കുറച്ചുകൂടി പോസിറ്റീവായിട്ടും കുറച്ചുകൂടെ നമ്മൾ പ്രോസ്പെക്റ്റീവായിട്ടും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇതുണ്ടെങ്കിലേ, സ്ട്രെസ് ഇല്ലെങ്കിലേ നല്ല ഉറക്കമുള്ളൂ, നല്ല റിലാക്സേഷനുള്ളൂ. സ്ട്രെസ് ഉള്ള ഒരാൾക്ക് നല്ലൊരു ഉറക്കം കിട്ടില്ല, നല്ല ബോഡി റിലാക്സ് ചെയ്യാൻ സാധിക്കില്ല, പിറ്റേ ദിവസം എണീക്കുന്ന സമയത്ത് ഒരു ഫ്രഷ്നെസ് തീരെ കിട്ടുന്നുണ്ടാവില്ല. രണ്ടാമത്തെ സംഗതി. മൂന്നാമത്തെ സംഗതി നമുക്ക് എല്ലാവർക്കും അറിയാം, വ്യായാമമാണ്. വ്യായാമം, എക്സസൈസ് പ്ലേസ് എൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ അവർ ഹെൽത്ത്. എല്ലാവർക്കും അറിയാം. എത്തരത്തിലുള്ള എക്സസൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹാഫ് ആൻ അവർ അത്യാവശ്യം എൻഡുറൻസ് എക്സസൈസ് ചെയ്യുക. ഒരു സാധാരണ ഒരു ഈവനിങ് വോക്കോ ഒരു മോർണിംഗ് വോക്കോ പോകുന്നതിനേക്കാൾ നല്ലത് കുറച്ചുകൂടെ അഗ്രസീവായിട്ട് നടക്കുക. ഞാൻ പറയുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 6.5 ട്രെഡ്മിൽ സ്പീഡിലെങ്കിലും നടക്കുക. ഒരു 7 ഓടാൻ നിന്ന് കഴിഞ്ഞാൽ ഏറ്റവും നല്ലതാണ്. 6.5 ട്രെഡ്മിൽ സ്പീഡിൽ നടക്കുക. അതിൽ ഒരു 7.2 ട്രെഡ്മിൽ സ്പീഡിലൊക്കെ മെല്ലെ ജോഗ് ചെയ്യുന്നതിനെ കുറിച്ചും വളരെ എഫക്റ്റീവ് ആയിരിക്കും. കാരണം എൻഡുറൻസ് ട്രെയിനിങ് വളരെ ആവശ്യമാണ്. അത് മസിൽസിന് സപ്പോർട്ട് ചെയ്യും ഏറ്റവും കൂടുതൽ. നാലാമത് ന്യൂട്രീഷനാണ്. ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, പോഷകങ്ങൾ എവിടുന്നാണ് നമുക്ക് കിട്ടുന്നത്? നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെയാണ് നമുക്ക് എല്ലാ പോഷകങ്ങളും കിട്ടുന്നത്. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ എല്ലാ പോഷകങ്ങളും കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് നോക്കാം കിട്ടുന്നുണ്ടോ എന്നുള്ളത്. അപ്പോൾ എങ്ങനെയാണ്, എത്ര പോഷകങ്ങൾ നമുക്കൊരു ദിവസം വേണം? ആവറേജ് പറയുന്നത് 110 പോഷകങ്ങൾ ഒരു ദിവസം കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ കിട്ടണമെന്നാണ്. അത് ഡെയിലി ബേസിസിൽ നിത്യേന കിട്ടേണ്ട ഒരു സംഗതിയാണ്. ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ എന്താണോ ബോഡിക്ക് വേണ്ടത് അതാണ്. ഫുഡ് എന്ന് പറയുന്നത് നമ്മൾ എന്താണോ കൊടുക്കുന്നത് അത് മാത്രമാണ്. കൊടുക്കുന്നത് വേണ്ട തന്നെ ആയിക്കൊള്ളണം എന്ന് യാതൊരു നിർബന്ധവുമില്ല എന്ന് മനസ്സിലാക്കുക. ഇനി അതിൻ്റെ കൾച്ചർ അനുസരിച്ച്, ജോഗ്രഫി അനുസരിച്ച്, ഓരോരുത്തരുടെ വ്യക്തികളുടെ ടേസ്റ്റ് അനുസരിച്ച്, അവൈലബിലിറ്റി, ലഭ്യത അനുസരിച്ച് പല ഫ്രൂട്ട്സും ഒക്കെ സീസണലാണ്. അതേപോലെ തന്നെ ഇതെല്ലാം പറ്റുമെങ്കിൽ നമുക്ക് അഫോർഡ് ചെയ്യാനും പറ്റണം, നമുക്ക് അതിൻ്റെ പൈസ താങ്ങാനും സാധിക്കണം. പക്ഷേ ന്യൂട്രീഷൻ എന്ന് പറയുന്നത് എനിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ട എത്രയാണ്? ഏകദേശം 110 പോഷകങ്ങൾ സ്റ്റാൻഡേർഡൈസ് ആയിട്ട് എല്ലാവർക്കും ഒരേപോലെ ആവശ്യമാണ്. പക്ഷെ നമ്മൾ കഴിക്കുന്നതിലൂടെ നമുക്ക് കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് ഒന്നുകൂടെ വിശദമായിട്ട് നമുക്ക് അതിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ന്യൂട്രീഷൻ നമുക്ക് മെയിനായിട്ട് ബ്രോഡായിട്ട് രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്ന് മാക്രോ ന്യൂട്രിയൻസ് എന്ന് പറയും, ഒന്ന് മൈക്രോ ന്യൂട്രിയൻസ് എന്ന് പറയും. മാക്രോ എന്ന് പറഞ്ഞാൽ അളവിൽ വളരെ കൂടുതൽ വേണ്ടത്, മൈക്രോ എന്ന് പറഞ്ഞാൽ അളവിൽ വളരെ കുറച്ച് മതി. ഇപ്പോൾ വെള്ളം വളരെ അത്യാവശ്യം വേണ്ട ഒരു മാക്രോ ന്യൂട്രിയൻ്റ് ആണ്. ആവറേജ് ഒരു ദിവസം 3 to 4 liters ഓഫ് വാട്ടർ കുടിക്കണം എന്നാണ്. വെള്ളം എന്തുകൊണ്ട് കുടിക്കണം എന്ന് പറയുന്നത് വെച്ചാൽ നമ്മുടെ ബോഡിയുടെ ഡൈജഷനൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടും നമ്മളെ ഇൻറ്റേർണൽ ഓർഗൻസിന് പ്രവർത്തനത്തിനും ഹൈഡ്രേഷന് വേണ്ടിയിട്ടൊക്കെ ഏറ്റവും ആവശ്യം വെള്ളമാണ്. പർപ്പസ് ഓഫ് ഡ്രിങ്കിങ് വാട്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ മിനറൽസ് അടങ്ങിയിട്ടുള്ളത്, ധാതുക്കൾ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ളത് കുടിവെള്ളത്തിലാണ്. പക്ഷെ പണ്ടൊക്കെ നമ്മൾ കിണർ വെള്ളം നമ്മൾ കോരി കുടിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അന്ന് കുടിക്കുന്ന വെള്ളത്തിൽ പറയപ്പെടുന്നത് 25 to 30 മിനറൽസ് അന്ന് കുടിക്കുന്ന വെള്ളത്തിലുണ്ടായിരുന്നു. ഇന്ന് മഴവെള്ളത്തിൽ പോലും 16 മുതൽ 18 മിനറൽസേ ഉള്ളൂ. ഗ്രൗണ്ട് വാട്ടറിൽ ആർസനിക് കണ്ടന്റ്, പൊല്യൂഷൻസ്, പെസ്റ്റിസൈഡ്സ് ഒക്കെ കൂടുതൽ കൃഷി ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് ഗ്രൗണ്ട് വാട്ടറിൽ മിനറൽസിൻ്റെ അളവ് കുറഞ്ഞു വരുന്നു. അതേപോലെ തന്നെ നമ്മൾ പാർപ്പിടം വളരെ തിക്കലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയയിലാണ് നമ്മൾ താമസിക്കുന്നതെങ്കിൽ സെപ്റ്റിക് ടാങ്കും കിണറും തമ്മിലുള്ള ഡിഫറൻസ്, ഇതിൻ്റെ അടിയൊഴുക്ക് കാരണം കിണർ പൊല്യൂട്ടഡ് ആവുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൽ മിനറൽസിൻ്റെ അളവ് വളരെ കുറവാണ്. ശരാശരി പറഞ്ഞത് 60ൽ കൂടുതൽ മിനറൽസ് കുടിവെള്ളത്തിലൂടെ മാത്രം കിട്ടണമെന്നാണ് പറയുന്നത്. അതാണ് പർപ്പസ് ഓഫ് ഡ്രിങ്കിങ് വാട്ടർ എന്ന് പറയുന്നത്. അത് മലമുകളിൽ ഒഴുകി വരുന്ന വെള്ളത്തിലാണ് ഏറ്റവും കൂടുതൽ മിനറൽസ് അടങ്ങിയിട്ടുള്ളത്. പക്ഷേ നമ്മളിന്ന് സാധാരണ കുടിക്കുന്ന വെള്ളത്തിൽ നമ്മൾ മിനറൽസ് മാത്രം ആശ്രയിക്കുന്നുണ്ടെങ്കിൽ പറയപ്പെടുന്ന ഒരു ബക്കറ്റ് വെള്ളമെങ്കിലും കുടിക്കണം എന്നാണ്. ഒരു ബക്കറ്റ് വെള്ളം പോയിട്ട് 4 ലിറ്റർ വെള്ളം പോലും കുടിക്കാത്ത ആൾക്കാരോടാണ് നമ്മളിത് സംസാരിക്കണമെന്ന് കൂടെ മനസ്സിലാക്കുക. സെക്കൻഡ്, അന്നജം. നമുക്ക് ഊർജ്ജം ഏറ്റവും തരുന്നത് അന്നജാഹാരമാണ്, കാർബോഹൈഡ്രേറ്റ് എന്ന് പറയും. കാർബോഹൈഡ്രേറ്റ് ഗുഡും ഉണ്ട് ബാഡും ഉണ്ട്. നമ്മളിന്ന് കഴിക്കുന്ന എല്ലാം വൈറ്റ് ഫുഡാണ്. വെളുത്ത ഇഡ്ഡലി, വെളുത്ത പുട്ട്, വെളുത്ത ദോശ, വെളുത്ത ചോറ്, വെളുത്ത അരി, ശരിയല്ലേ? എല്ലാം വെളുത്ത, അതായത് ഗ്രെയിൻസ്. നമ്മൾ കൂടുതൽ ധാന്യാഹാരങ്ങൾ, ധാന്യപ്പൊടി എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കുക. തവിടെല്ലാം കളഞ്ഞിട്ടുള്ള സാധനമാണ് നമ്മളിന്ന് കഴിക്കുന്നത്. ഇന്ന് പ്രധാനമായിട്ടും പ്രമേഹം, രക്താതി സമ്മർദ്ദം, കൊളസ്ട്രോള്, ക്യാൻസർ, ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ, അമിതവണ്ണമൊക്കെ വരാനുള്ള ഒരു കാരണം
ഈ ധാന്യപ്പൊടി, തവിടെല്ലാം കളഞ്ഞിട്ടുള്ള ഈ ധാന്യപ്പൊടികളാണ്. നമ്മൾ 80-90% നമ്മൾ ആശ്രയിക്കുന്നത് ഈ ധാന്യപ്പൊടികളല്ലേ എന്ന് ആലോചിച്ച് നോക്ക്. ഈ ധാന്യപ്പൊടികൾ ഞാൻ പറയുന്നു ഒരു 50% എങ്കിലും നമ്മൾ കട്ട് ചെയ്യേണ്ടിയിരിക്കുന്നു. രാവിലെ കഴിക്കുന്നത് 4 ദോശയാണെങ്കിൽ 2 ദോശയാക്കുക. ഉച്ചയ്ക്ക് ഒരു 2 കപ്പാണ് ചോറ് കഴിക്കുന്നതെങ്കിൽ അത് 1 കപ്പാക്കുക. രാത്രി 4 ചപ്പാത്തി കഴിക്കുന്നത് 2 ചപ്പാത്തി ആക്കുക. അതിൻ്റെ കൂടെ കൂടുതലായിട്ടും വെജിറ്റബിൾസ് കൊണ്ടും ഫ്രൂട്ട്സ് കൊണ്ടും ഫാറ്റ് കൊണ്ടും നമ്മൾ വയറ് ഫില്ല് ചെയ്യുക എന്നുള്ളതാണ്. അതേസമയം ഗുഡ് കാർബോഹൈഡ്രേറ്റ്, ഫൈബർ, തവിട്, നാരൊക്കെ നല്ല കാർബോഹൈഡ്രേറ്റ് ആണ്. തവിട് നമ്മുടെ ഡൈജഷനും നമ്മുടെ ഗ്യാസ്ട്രിക് സംബന്ധമായുള്ള പ്രശ്നങ്ങൾക്ക് തവിട് വളരെയധികം ഗുണം ചെയ്യുന്നുണ്ട്. പക്ഷെ ഇന്ന് നിർഭാഗ്യവശാൽ നമ്മൾ കഴിക്കുന്ന ഫുഡിൽ തവിട് വളരെ കുറവാണ്. അത് നമുക്ക് റീപ്ലേസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. തേർഡ്, ഫാറ്റ്. കൊഴുപ്പിനെ ഏറ്റവും കൂടുതൽ മോശമായിട്ടാണ് നമ്മൾ കാണുന്നത്. എന്തുകൊണ്ടാണ് കൊഴുപ്പിനെ മോശമായിട്ട് കാണുന്നത് വെച്ചാൽ നമ്മളിന്ന് ഉപയോഗിക്കുന്ന കൊഴുപ്പിൻ്റെ രീതി വ്യത്യാസമുണ്ട്. പ്രത്യേകിച്ച് ഈ പാക്കറ്റ് ഫുഡൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് 10 രൂപയ്ക്ക് 20 രൂപയ്ക്ക് കിട്ടുന്ന ഓരോ ബ്രാൻഡുകളില്ലേ, അതൊക്കെ ട്രാൻസ് ഫാറ്റി ആസിഡ്സ്, മോണോസോഡിയം ഗ്ലൂട്ടാമൈൻ, MSG എന്നൊക്കെ പറയും. അതൊക്കെ വളരെയധികം ഹൈ ആയിട്ടുള്ള കെമിക്കൽസും വളരെയധികം ഹൈ ആയിട്ടുള്ള ഫാറ്റും ടേസ്റ്റും കളറും സ്മെല്ലും ഒക്കെയാണ്. പിന്നെ മലയാളികൾ ഏറ്റവും കൂടുതൽ പ്രിയങ്കരമാണ് മലയാളികൾക്ക് ഈ പൊരിച്ച ആഹാരം, പരിപ്പ് വട, ഉഴുന്നുവട, പഴംപൊരി, അങ്ങനത്തെ കൂടുതൽ ചായൻ്റെ കൂടെ പൊരിക്കടികൾ കൂടുതൽ കഴിക്കുക എന്നുള്ളത് കൂടുതലാണ്. അത് റിഫൈൻഡ് ആയിട്ടുള്ള റീകുക്ക്ഡ് ആയിട്ടുള്ള ഓയിലും പ്രശ്നമാണ്. അതേസമയം വെളിച്ചെണ്ണ, അതേസമയം ഗീ, ബട്ടർ, ദേശി ഗീ, ഇതൊക്കെ വളരെ എഫക്റ്റീവാണ്. കോഴിമുട്ട, ചിക്കൻ, ഇതൊക്കെ മാത്രം കഴിക്കുന്നുണ്ടെങ്കിൽ ഇറ്റ് ഓൾ കണ്ടെയ്ൻസ് ഗുഡ് ഫാറ്റ്. എഗ്ഗിലൊക്കെ നല്ല ഫാറ്റുകളുണ്ട്. പല ആൾക്കാരും എഗ്ഗിൻ്റെ യോക്ക് ഒഴിവാക്കിയിട്ടാണ് കഴിക്കുന്നത്. സജസ്റ്റ് ചെയ്യാനുള്ളത് എഗ്ഗ് കഴിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ യോക്കും കൂടെ കഴിക്കണം എന്നുള്ളതാണ്. യോക്കിൽ വൈറ്റമിൻ ഡി, വൈറ്റമിൻ എ, വൈറ്റമിൻ ഇ ഒക്കെ ഉണ്ട്. സോ ഒരു ഗുഡ് ഫാറ്റ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. ഒമേഗ 3 നമുക്ക് എല്ലാവർക്കും അറിയാം. ഒമേഗ 3 ഏറ്റവും കൂടുതൽ കിട്ടുന്നത് തണുത്ത അന്തരീക്ഷത്തിൽ വളരുന്ന മത്സ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ഒമേഗ 3 ഉണ്ട്. ഇത്തരത്തിലുള്ള എസ്കീമോസ് ആയിട്ടുള്ള ആൾക്കാർ, ആർട്ടിക് അന്റാർട്ടിക് തീരത്ത് താമസിക്കുന്ന ആൾക്കാർക്ക് ഹൃദയ സംബന്ധമുള്ള അസുഖങ്ങളോ ബ്ലഡ് പ്രഷറോ ഒന്നും വരാത്തതിൻ്റെ ഒരു കാരണം അവർ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് മത്സ്യമാണ്. അവർ കൃഷി നടക്കില്ലല്ലോ. പക്ഷെ ഇത്തരത്തിലുള്ള മത്സ്യങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് തണുത്ത അന്തരീക്ഷത്തിൽ വളരുന്ന മത്സ്യങ്ങളിൽ സാധാരണ കാണുന്ന കടൽ മത്സ്യങ്ങളെക്കാൾ കൂടുതൽ ഒമേഗ 3 ഉണ്ട്. ഒമേഗ 3 ഹൃദയ സംബന്ധമായുള്ള അസുഖങ്ങൾ, കൊളസ്ട്രോള്, ഓട്ടോമ്യൂൺ ആയിട്ടുള്ള ഡിസോർഡറുകൾ, ബ്ലഡ് പ്രഷർ, സ്ട്രോക്കിന് തടയും. പഠിക്കുന്ന കുട്ടികൾ, ഗർഭിണികൾ, മുലയൂട്ടുന്ന അമ്മമാർ, ഇവർക്ക് എല്ലാവർക്കും സന്ധിവാതത്തിന്, ഓർമ്മശക്തിക്ക്, ഈ പ്രതിരോധ ശക്തിക്ക്, ഒരുമാതിരിപ്പെട്ട എല്ലാ പ്രശ്നത്തിനും ഒമേഗ 3 വളരെയധികം ഗുണം ചെയ്യുന്നുണ്ടാവും. അത് തണുത്ത അന്തരീക്ഷത്തിൽ വളരുന്ന മത്സ്യത്തിലൂടെ ഒമേഗ 3 നമ്മൾ കഴിക്കേണ്ടിയിരിക്കുന്നു. പ്രോട്ടീൻ നമുക്കറിയാം, 4ാമത്തെ ന്യൂട്രീഷനാണ് പ്രോട്ടീൻ. എപ്പോഴും ഒരു ഡിബേറ്റബിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് പ്രോട്ടീൻ. പ്രോട്ടീനൊക്കെ ആവശ്യമുണ്ടോ? നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൊക്കെ പ്രോട്ടീൻ ഇഷ്ടം പോലെ കിട്ടുന്നില്ലേ? എത്ര അളവ് പ്രോട്ടീൻ വേണമെന്ന് പല ആൾക്കാർക്കും അറിയില്ല. എത്ര അളവ് പ്രോട്ടീൻ വേണമെന്ന് ചോദിച്ചാൽ നിങ്ങൾ എത്ര ബോഡി വെയിറ്റ് ഉണ്ടോ അതിൻ്റെ 1.5 ഗ്രാം മൾട്ടിപ്ലൈ ചെയ്താൽ മതി. നിങ്ങൾ 60 കിലോ ആണെങ്കിൽ ഏകദേശം ഒരു 90 ഗ്രാമെങ്കിലും പ്രോട്ടീൻ ഒരു ദിവസം ആവശ്യമാണ്. 90 ഗ്രാം പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ ഒരു കോഴിമുട്ടയിൽ കിട്ടുന്ന ഒരു 5 to 6 grams ഓഫ് പ്രോട്ടീനാണ്. അങ്ങനെയാണെങ്കിൽ എത്ര എഗ്സ് നമ്മൾ കഴിക്കേണ്ടിയിരിക്കുന്നു, എത്ര നട്ട്സ്, എത്ര ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, ഇലക്കറികൾ, എത്ര ചിക്കൻ, എത്ര ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ കഴിച്ചാലാണ് നമുക്ക് പ്രോട്ടീൻ കിട്ടുക എന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ശരീരത്തിൻ്റെ തൂക്കത്തിനനുസരിച്ച് നമുക്ക് പ്രോട്ടീൻ തീരെ കിട്ടുന്നില്ല. പ്രോട്ടീൻ എന്ന് പറയുന്നത് നമ്മളെ ബ്ലഡ്, ഹോർമോണ്, ബോഡി റെസിസ്റ്റൻസ്, മസിൽസ്, എല്ലുകൾ, ഹെയർ, നെയില്, നമ്മളെ വളർച്ച, കോശങ്ങളുടെ പ്രത്യുൽപാദനം, കോശങ്ങളുടെ റിപ്പയർ, സ്കിന്ന്, മുടി നരച്ചു പോകാൻ തന്നെ കാരണം പ്രോട്ടീൻ്റെ കുറവുകൊണ്ടാണ്. സ്കിന്ന് ചുളിഞ്ഞു പോകാൻ കാരണം പ്രായം ആവുന്നത് കൊണ്ടല്ല, പ്രോട്ടീൻ്റെ ഡെഫിഷ്യൻസിയാണ്. അപ്പോൾ പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ നമ്മളെ ന്യൂട്രീഷൻ്റെ ഒരു കാരണവരായിട്ട് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് 4 മാക്രോ ന്യൂട്രിയൻസ് എന്ന് പറയുന്നത്. അടുത്തത് വൈറ്റമിൻസ്, മിനറൽസും അതുമായി ബന്ധപ്പെട്ട് ഇലക്കറികളുടെ കളേഴ്സ് ഇല്ലേ, നമ്മൾ ഫ്രൂട്ട്സിന് വെജിറ്റബിൾസിനൊക്കെ പ്രകൃതി ഓരോന്നോരോ നിറം കൊടുത്തിട്ടുണ്ട്. അതിനെയാണ് അസോസിയേറ്റഡ് ഫുഡ് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഫൈറ്റോ ന്യൂട്രിയൻസ് എന്നൊക്കെ പറയും. ഇപ്പോൾ ഓറഞ്ചിനൊരു കളറാണ്, മൂസമ്പിക്ക് ഒരു കളറാണ്, പൈനാപ്പിളിന് ഒരു കളറാണ്, അല്ലേ, ബീട്രൂട്ടിന് ഒരു കളറാണ്. അങ്ങനെ ഓരോന്നിനും ഓരോ കളർ കൊടുത്തിരിക്കുന്ന ഭംഗിക്ക് വേണ്ടിയിട്ടല്ല, ആ നിറത്തിൽ ഒരുപാട് തരത്തിലുള്ള ഫൈറ്റോ ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുണ്ട്. വളരെ പവർഫുൾ ആയിട്ടുള്ള നിരോക്സികാരികൾ, ആൻറ്റി ഓക്സിഡൻറ്റും കൂടിയാണ്. വൈറ്റമിൻസ് നമുക്ക് പ്രധാനമായിട്ടും 13 എണ്ണം വേണം. ഇത് മൈക്രോ ന്യൂട്രിയൻ്റ് ആണ്, വളരെ കുറച്ച് മതി. വളരെ കുറച്ച് പറഞ്ഞതെന്ന് പറഞ്ഞാൽ മില്ലിഗ്രാം കണക്കിലേക്കാണ് വൈറ്റമിൻസിൻ്റെയും മിനറൽസിൻ്റെയും ആവശ്യമുള്ളത്. അപ്പോൾ വൈറ്റമിനെ നമുക്കൊരു ദിവസം 4000 ഇൻ്റർനാഷണൽ യൂണിറ്റ്സ് മതി, വളരെ കുറച്ച് മതി. പക്ഷേ 1/4 കിലോ ക്യാരറ്റ് കഴിച്ചാലേ കിട്ടുള്ളൂ. വൈറ്റമിൻ സി ഒരു ദിവസം 90 മില്ലിഗ്രാം മതി. മില്ലിഗ്രാം എന്ന് പറഞ്ഞാൽ എത്ര? 1 ഗ്രാമിൻ്റെ 10-1. അപ്പോൾ 90 മില്ലിഗ്രാം എന്നൊക്കെ പറഞ്ഞാൽ വളരെ വളരെ കുറച്ച് മതി. പക്ഷേ 1/2 ഡസൻ ഓറഞ്ച് കഴിച്ചാലേ കിട്ടുള്ളൂ.
അതേപോലെ തന്നെയാണ് വൈറ്റമിൻ B12. വെജിറ്റേറിയൻസ് ആയിട്ടുള്ള ആൾക്കാർ വളരെയധികം ശ്രദ്ധിക്കുക. വൈറ്റമിൻ B12 കിട്ടണമെന്നുണ്ടെങ്കിൽ നോൺ വെജിറ്റേറിയൻ സോഴ്സിലൂടെ മാത്രമേ കിട്ടുള്ളൂ. ഇന്ന് ഇന്ത്യയിൽ ഏകദേശം 60% ആൾക്കാർ വൈറ്റമിൻ B12 ഡെഫിഷ്യൻസിയാണ്. ഏകദേശം മോർ ദാൻ 70% ആൾക്കാർ വൈറ്റമിൻ D ഡെഫിഷ്യൻസിയാണ്. സുലഭമായി കിട്ടുന്ന വൈറ്റമിൻ B കോംപ്ലക്സ് വരെ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഫുഡ് സോഴ്സ് വളരെയധികം കൂടുതലാണ്, പക്ഷേ അളവിൽ വളരെ കുറച്ച് മതിയാണ് താനും. ഇതേപോലെ തന്നെ മിനറൽസ്, ഒരു ദിവസം നമുക്ക് 80+ മിനറൽസ്, നമ്മൾ അണിയുന്ന ഗോൾഡ്, സിൽവർ, ഓർണമെന്റ്സ് വരെ, ആഭരണം വരെ മിനറലാണ്. നമ്മൾ ജീവിക്കുന്നത് മിനറൽസ് കൊണ്ട് മാത്രമാണ്. പറയപ്പെടുന്നത് ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റും, പ്രശ്നമൊന്നുമില്ല. പക്ഷെ മിനറൽസ് ഇല്ലെങ്കിൽ നമ്മൾ സ്പോട്ടിൽ നമ്മൾ മരണപ്പെടുന്ന പറയുന്നത്. യു കാൺട്ട് ലിവ് വിത്തൗട്ട് മിനറൽസ് എന്നാണ് പറയുന്നത്. ഏകദേശം 80ഓളം വേണം. അതിൽ പ്രധാനമായിട്ട് ഒരു 10-15 എണ്ണം ഉണ്ട്. 2-3 എണ്ണം മാത്രം എക്സാമ്പിളായിട്ട് പറയാം. എല്ലാവരും അറിയുന്ന സാധനമാണ്. അയൺ എല്ലാവർക്കും അറിയാം അല്ലേ? സ്ത്രീകൾ, ഗർഭിണികൾ, മലയൂട്ടുന്ന അമ്മമാർ, പഠിക്കുന്ന കുട്ടികൾക്കെല്ലാം ഏറ്റവും കൂടുതൽ അയൺ ആവശ്യമാണ്. വെറും 7 മില്ലിഗ്രാം മതി. പക്ഷെ 600 ഗ്രാം ചീര കഴിച്ചാലേ കിട്ടുള്ളൂ. മെഗ്നീഷ്യം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മിനറലാണ് മെഗ്നീഷ്യം. പറയപ്പെടുന്നത് 80-ലധികം ജീവിതശൈലി അസുഖങ്ങൾ വരാനുള്ള ഒരു കാരണം മെഗ്നീഷ്യത്തിൻ്റെ കുറവാണ്. മെഗ്നീഷ്യം എത്ര വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് 100 മില്ലിഗ്രാം മെഗ്നീഷ്യം മതി. നമ്മൾ സീറം മെഗ്നീഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയും, നമ്മൾ ഷോപ്പിങ്ങിന് പോകുന്ന സമയത്ത് ഇഷ്ടംപോലെ കാശുണ്ടെങ്കിൽ നമ്മൾ ഷോപ്പിംഗ് നാൾ സന്തോഷത്തോടു കൂടെ ചെയ്യും. അതേപോലെയാണ് നമ്മളെ ശരീരം എന്ന് പറയുന്നത്. ശരീരത്തിന് മെഗ്നീഷ്യം ഡെഫിഷ്യൻ്റ് ആണെന്നുണ്ടെങ്കിൽ പല ജീവിതശൈലി അസുഖങ്ങളും കയറി വരുന്നുണ്ടാവും. ഈ 100 മില്ലിഗ്രാം മെഗ്നീഷ്യം കിട്ടണമെന്നുണ്ടെങ്കിൽ 1/2 കിലോ ചെറി കഴിച്ചാലേ കിട്ടത്തുള്ളൂ. അതേപോലെ തന്നെ സിങ്ക് 15 മില്ലിഗ്രാം സിങ്ക് മതി. പക്ഷെ 1/4 കിലോ കാഷ്യൂനട്ട് കഴിച്ചാലേ കിട്ടുള്ളൂ. 100 ഗ്രാം കാഷ്യൂനട്ടിന് തന്നെ 100-120 രൂപ ഉണ്ട്. 1/4 കിലോ കാഷ്യൂനട്ട് കഴിക്കാന്ന് പറഞ്ഞാൽ ഏകദേശം 250-300 രൂപയാവും സിങ്ക് മാത്രം കിട്ടണമെന്നുണ്ടെങ്കിൽ. ഇത്തരത്തിൽ 80ഓളം മിനറൽസും 13ഓളം വൈറ്റമിൻസും പ്രോട്ടീനും ഒമേഗ-3യും ഫൈബറും ഒക്കെ നമുക്ക് ശരീരത്തിന് ആവശ്യമാണ് നമ്മളെ ദൈനംദിനം ആക്ടിവിറ്റീസിലേക്കും നമ്മൾ ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്യാനും. അപ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലായി, ഇത്തരത്തിലുള്ള ന്യൂട്രീഷൻ, ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ നമ്മൾ ഇനിയുള്ള കാലങ്ങളിൽ നമ്മൾ കഴിക്കുന്ന ആഹാരം, ദിനചര്യങ്ങളിൽ കഴിക്കുന്ന രാവിലെ, ഉച്ചയ്ക്കും വൈകുന്നേരം കഴിക്കുന്ന ആഹാരങ്ങൾ മാത്രം ആശ്രയിച്ചുകൊണ്ട് നമുക്കൊരിക്കലും ഇത്തരത്തിലുള്ള പോഷകങ്ങളെല്ലാം കിട്ടുന്നില്ല എന്ന് മനസ്സിലായി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഒരു അൺബാലൻസ്ഡ് ന്യൂട്രീഷണൽ ഫേസിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. കിട്ടേണ്ടത് കിട്ടുന്നുമില്ല, കിട്ടാൻ പാടില്ലാത്തത് നമ്മൾ കൂടുതൽ കഴിക്കുന്നുമുണ്ട്. വൈറ്റ് ഫുഡ് കുറയ്ക്കണം. വെളുത്ത ചോറ്, വെളുത്ത അരി, വെളുത്ത പുട്ട്, വെളുത്ത ദോശ, വെളുത്ത ഇഡ്ഡലി, വെളുത്ത ഇടിയാപ്പം, ഇതെല്ലാം കുറയ്ക്കേണ്ടിയിരിക്കുന്നു. 50% കുറയ്ക്കണം. അതിൻ്റെ കൂടെ തന്നെ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ആഡ് ചെയ്യണം. പറയപ്പെടുന്നത് വൈറ്റമിൻസ് ഒക്കെ പറയപ്പെടുന്നത് ഇന്ന് പച്ചക്കറിയിൽ നിന്ന്, ഇന്ന് എന്താ പറയുക, തോട്ടത്തിൽ നിന്ന് പറിച്ചിട്ട് ഇന്ന് കൂട്ടാൻ വെക്കുന്നുണ്ടെങ്കിൽ 90% പോഷകങ്ങൾ കിട്ടും. നാളെയാണ് വെക്കുന്നെങ്കിൽ 75% കിട്ടുള്ളൂ. മറ്റന്നാൾ വെക്കുന്നെങ്കിൽ 50% കിട്ടുള്ളൂ. 4ാമത്തെ ദിവസം വെക്കുന്നെങ്കിൽ 25% കിട്ടുള്ളൂ. 5ാമത്തെ ദിവസത്തിന് ശേഷം വെക്കുന്നതിൽ എത്രമാത്രം പോഷകാംശങ്ങൾ ആ പച്ചക്കറിയിലും പഴങ്ങളിലും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീരെയില്ല. നീ വാങ്ങിക്കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മളെവിടെ ചെയ്യുക? ഫ്രിഡ്ജിൽ കൊണ്ടുവെക്കുക ചെയ്യുക. എന്നിട്ട് 2-3 ദിവസം കഴിഞ്ഞിട്ടേക്കാൻ നമ്മൾ യൂസ് ചെയ്യുക. പിന്നെ പച്ചക്കറി എവിടുന്നാണ് വരുന്നതെന്നുള്ള മലയാളിക്ക് എല്ലാവർക്കും അറിയാം, സുലഭമായിട്ട് എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മൾ കഴിക്കുന്ന പച്ചക്കറികൾക്ക് 90% നമ്മൾ ആശ്രയിക്കുന്നത് തമിഴ്നാട്ടിനെയാണ്. അപ്പോൾ എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ കഴിക്കുന്ന പച്ചക്കറിയും പഴങ്ങളും കഴിക്കുന്നത്? അതിൽ എന്തെല്ലാം കൃഷി രീതിയാണ് ഉപയോഗിക്കുന്നത്? അത് എത്ര ദിവസം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്രമാത്രം പോഷകാംശങ്ങൾ കിട്ടുന്നുള്ള ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഇന്ന് കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ വേണ്ട അളവിൽ പോഷകാംശങ്ങൾ കിട്ടുന്നില്ല. അപ്പോൾ പോഷകാംശങ്ങൾ കിട്ടുന്നില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ വേറെ എന്തെങ്കിലും സോഴ്സ് കണ്ടെത്തണം. ശരിയല്ലേ? ഉറക്കക്കുറവ് നമുക്ക് എങ്ങനെ നികത്താൻ പറ്റും? ഉറങ്ങിയാലേ നികത്താൻ പറ്റുള്ളൂ. ദാഹമുണ്ട്, എങ്ങനെ നികത്താൻ പറ്റും? വെള്ളം കുടിച്ചാലേ നികത്താൻ പറ്റുള്ളൂ. നല്ല ക്ഷീണമുണ്ട് അല്ലേ? വിശപ്പുണ്ട്, എന്താ ചെയ്യുക? ഭക്ഷണം കഴിച്ചാലേ ആ ക്ഷീണവും വിശപ്പും നമുക്ക് അകറ്റാൻ സാധിക്കുള്ളൂ അല്ലേ? കുട്ടികളെ നമ്മൾ ട്യൂഷന് പറഞ്ഞയക്കുന്നുണ്ട്. ഏത് വിഷയത്തിനാണോ മാർക്ക് കുറവ് ആ വിഷയത്തിനായിരിക്കും നമ്മൾ ട്യൂഷന് പറഞ്ഞയക്കുക. അപ്പോൾ ഇതെല്ലാം എന്താ? ജിമ്മിൽ പോകുന്നുണ്ട്, രാവിലെ വ്യായാമം ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് രാവിലെ വ്യായാമം ചെയ്യുന്നത്? പണ്ടത്തെ ആൾക്കാർ, നമ്മളെ മുത്തശ്ശന്മാരും മുത്തശ്ശികളൊന്നും രാവിലെ എണീച്ച് ഷൂവും സോക്സും ഇട്ടിട്ട് വ്യായാമത്തിനൊന്നും പോയിരുന്നില്ല. അവർ നമ്മളെക്കാൾ ആരോഗ്യം ഉണ്ടായിരുന്നു. അവരെ കുറേ കാലം ആരോഗ്യത്തോടു കൂടി ജീവിച്ചിരുന്നു. ഹോസ്പിറ്റൽ കാണാത്ത ആൾക്കാരായിരുന്നു, മരുന്ന് കഴിക്കാത്ത ആൾക്കാരായിരുന്നു. അവർ 80-90 വയസ്സ് വരെ ഒരു പ്രശ്നമില്ലാതെ ജീവിച്ച ആൾക്കാരാണ്. പക്ഷെ നമ്മൾ ഇത്രമാത്രം മെഡിക്കൽ സയൻസ് വളർന്നിട്ടും ഇത്രമാത്രം നമുക്ക് അറിവുണ്ടായിട്ടും നമ്മൾ അതിനെക്കുറിച്ച് ചെയ്യുന്നില്ലെങ്കിൽ നമ്മളിൽ ഒരുപാട് മാറ്റങ്ങൾ, നമ്മുടെ ജീവിതശൈലിയിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തേണ്ടിയിരിക്കുന്നു.
നമ്മളിൽ ഒരുപാട് ചേഞ്ചസ് വരുത്തേണ്ടിയിരിക്കുന്നു. അതിൽ ഒരു ചേഞ്ചാണ് ഞാൻ പറഞ്ഞത്, നേരത്തെ പറഞ്ഞ വൈറ്റ് ഫുഡ്സ് എല്ലാം കുറയ്ക്കുക, കോഴിമുട്ട, നല്ല ഫാറ്റിൻ്റെ അളവ് കൂട്ടുക, ഗ്രീൻ ലീഫി വെജിറ്റബിൾസിൻ്റെ അളവ് കൂട്ടുക, ഫ്രൂട്ട്സിൻ്റെ അളവ് കൂട്ടുക, ജ്യൂസ് കുടിക്കുന്നതിന് പകരം ഫ്രൂട്ട്സ് കഴിക്കുക, നാര് ഭക്ഷണങ്ങൾ കൂടുതലായിട്ടും ആഡ് ചെയ്യുക, പ്രോട്ടീൻ ഫുഡ് കൂടുതലായിട്ടും ആഡ് ചെയ്യുന്നുണ്ടാവും. അതേപോലെ തന്നെ വെള്ളത്തിലൂടെ മിനറൽസ് കിട്ടുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. വൈറ്റമിൻസ്, മിനറൽസ്, ഫൈബർ, ഒമേഗ 3 ഇതൊക്കെ തന്നെയാണ് നമ്മൾ മെയിനായിട്ടും നമ്മൾ സപ്ലിമെൻറ്റ് ചെയ്യേണ്ടത്. നമ്മൾ ഫുഡിലൂടെ കഴിക്കാനല്ലാതെ നമ്മൾ എക്സ്ട്രാ ആയിട്ട് നമ്മൾ എന്തെങ്കിലും സപ്ലിമെൻറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഇന്ന് വിളിച്ചു വന്ന വ്യക്തി, ഈ വോയിസ് ക്ലിപ്പ് ആരാണോ നിങ്ങൾക്ക് അയച്ചു തന്നത് ആ വ്യക്തിയായിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. ആ വ്യക്തി ഒരു വലിയൊരു ന്യൂട്രീഷൻ ആൻഡ് വെൽനസ് ഇൻഡസ്ട്രിയുടെ ഭാഗമായിട്ട് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ വോയിസ് ക്ലിപ്പ് നിങ്ങൾക്ക് അയച്ചു തന്നിട്ടുണ്ടാവുക. തീർച്ചയായിട്ടും നിങ്ങൾ വളരെയധികം ലക്കിയാണ്. ഇപ്പോഴെങ്കിലും നിങ്ങൾ ഈ വോയിസ് ക്ലിപ്പ് കേട്ടു നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം നിങ്ങളെ കൂടെ, ദൈവത്തിന് അനുഗ്രഹമുള്ള ആൾക്കാരാണ് നിങ്ങൾ ഓരോരുത്തരും. ഇന്ന് ഇന്ത്യയിൽ കിട്ടാവുന്നതിൽ വെച്ചിട്ട് 20 വർഷത്തിൽ കൂടുതൽ പ്രവൃത്തി പരിചയമുള്ള, ഇന്ന് ന്യൂട്രീഷൻ ആൻഡ് വെൽനസ് ഇൻഡസ്ട്രിയിൽ ബ്രാൻഡ് അംബാസഡർ ആയിട്ടുള്ള, ഇന്ന് ലോകമെങ്ങാനും ഏകദേശം 10 രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന വലിയൊരു ന്യൂട്രാസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി, വലിയൊരു ന്യൂട്രാസ്യൂട്ടിക്കൽ കമ്പനി, ഇതിനെക്കുറിച്ച് പറയാമെന്നുണ്ടെങ്കിൽ വെസ്റ്റീജ് മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയാണ് ഇതിൻ്റെ ന്യൂട്രീഷൻ പ്രോഡക്ട്സ്. ഏകദേശം 50ലധികം ന്യൂട്രീഷണൽ സപ്ലിമെൻറ്റ്സ് നമുക്കുണ്ട്. പ്രധാനമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യം കാത്തു സൂക്ഷിക്കാൻ വേണ്ടുന്ന, ഏവർക്കും ഉപയോഗിക്കാൻ പറ്റാവുന്ന ഫൗണ്ടേഷൻ സപ്ലിമെൻ്റ് എന്ന് പറയും. ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ ഒരു ഫൗണ്ടേഷനാണ്, ഒമേഗ 3 ഫൗണ്ടേഷനാണ്, നേരത്തെ കണ്ട 13 വൈറ്റമിൻസും മിനറൽസും ഫൗണ്ടേഷനാണ്, അതേപോലെ തന്നെ ഫൈബർ ഫൗണ്ടേഷനാണ്, അതേപോലെ തന്നെ നമ്മളെ ഗട്ടിൻ്റെ ഹെൽത്ത് സംരക്ഷിക്കാൻ വേണ്ടുന്ന പ്രോബയോട്ടിക്സ്, നല്ല ബാക്ടീരിയാസ്, പ്രോബയോട്ടിക്സ് ആൻഡ് പ്രീബയോട്ടിക്സ്, ഇതെല്ലാം ഫൗണ്ടേഷൻ വിഭാഗത്തിൽ വരുന്നതാണ്. അതേപോലെ തന്നെ ഹൃദയത്തിൻ്റെ ആരോഗ്യമാണ് നിങ്ങൾ സംരക്ഷിക്കണം താല്പര്യമെങ്കിൽ അതിന് വേണ്ടുന്ന ഒമേഗ 3, കോഎൻസൈം Q10, L-arginine, ഫ്ലാക്സീഡ് ഓയിൽ പോലത്തെ ഉൽപ്പന്നങ്ങളുണ്ട്. സന്ധികളുടെ ആരോഗ്യമാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ കൺസേൺ എങ്കിൽ അതിന് വേണ്ടുന്ന നിങ്ങളെ കാർട്ടിലേജ് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഗ്ലൂക്കോസമൈൻ, വൈറ്റമിൻ D അതിൻ്റെ കൂടെ ഉപയോഗിക്കാൻ പറ്റാവുന്നത്. എല്ലിന് സാന്ദ്രത കുറവുള്ള ആൾക്കാരുണ്ടെങ്കിൽ കാൽഷ്യം വിത്ത് വൈറ്റമിൻ D, അതേപോലെ തന്നെ കോളജൻ, അങ്ങനത്തെ ഉൽപ്പന്നങ്ങളുണ്ട്. അതേപോലെ തന്നെ ഡീടോക്സ് ഉൽപ്പന്നങ്ങളുണ്ട്, ശരീരത്തിലെ ടോക്സിൻസ് ഒഴിവാക്കാൻ പറ്റാവുന്ന ഉൽപ്പന്നങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. ഗാനോഡർമ, ഫുഡ് പാച്ച് പോലത്തെ ഉൽപ്പന്നങ്ങളെല്ലാം നമ്മുടെ കയ്യിലുണ്ട്. സ്ത്രീകളുടെ ആരോഗ്യം, മെയിനായിട്ടും സ്ത്രീകളുടെ ആരോഗ്യം, അവരുടെ ഹോർമോൺസ് ബാലൻസ് ചെയ്യാനായിട്ട് പ്രഗ്നൻസി ടൈമിൽ കൊടുക്കാൻ പറ്റാവുന്നത്, ലാക്ടേഷൻ ടൈമിൽ കൊടുക്കാൻ പറ്റാവുന്നത്, മെനോപോസ് ടൈം കൊടുക്കാൻ പറ്റാവുന്നത്, പ്രീ മെനോപോസ് സിൻഡ്രോം ഒഴിവാക്കാനായിട്ട്, പോളിസിസ്റ്റിക് ഓവറിൻ സിൻഡ്രോം വരാതിരിക്കാനായിട്ട്, സിസ്റ്റ് പോലത്തെ അങ്ങനത്തെ പ്രശ്നങ്ങൾ, ഫൈബ്രോയിഡ് സിസ്റ്റൊക്കെ വരാതിരിക്കാനായിട്ട്, ഹോർമോൺസിനെ ബാലൻസ് ചെയ്യാനായിട്ട്, ഹെൽത്തി മെൻസസ് പീരിയഡ്സ് ഉണ്ടാവാനായിട്ട്, മെനോപോസൽ അവർക്ക് സിറ്റുവേഷൻ സമയത്ത് അവർക്ക് ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഒക്കെ റെസ്ട്രിക്ട് ചെയ്യാനായിട്ടൊക്കെ ഒരുപാട് ന്യൂട്രീഷൻ സപ്ലിമെൻറ്റ്സ് ആ വിഭാഗത്തിലുണ്ട്. കുട്ടികളുടെ ആരോഗ്യം, അവരാണ് നമ്മുടെ ഫ്യൂച്ചർ എന്ന് പറയുന്നത്. കുട്ടികളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ പറ്റാവുന്ന ഉൽപ്പന്നങ്ങളുണ്ട്. ആൻറ്റി ഓക്സിഡൻറ്റുകളുണ്ട്, ക്യാൻസർ റെസ്ട്രിക്ട് ചെയ്യാൻ പറ്റാവുന്ന കുർക്കുമിൻ, അസ്റ്റാക്സാന്തിൻ പോലത്തെ ആൻറ്റി ഓക്സിഡൻറ്റുകളുണ്ട്. മസ്കുലാർ ഹെൽത്തിന് വേണ്ടുന്ന പ്രോട്ടീന്, സീബക്ടോണ്, അങ്ങനത്തെ ഉൽപ്പന്നങ്ങളുണ്ട്. പ്രതിരോധ ശക്തിക്ക് വേണ്ടുന്ന സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ഉണ്ട്. കൊളസ്ട്രം, അതേപോലെ തന്നെ നോനി, സ്പിർലിന, വൈറ്റമിൻ C, അലോവേറ പോലത്തെ ഉൽപ്പന്നങ്ങളുണ്ട്. ഗ്യാസ്ട്രിക് പ്രശ്നങ്ങൾ തടയാനായിട്ടുള്ള ഉൽപ്പന്നങ്ങളുണ്ട്. കിഡ്നിയുടെ ആരോഗ്യം തടയാനായിട്ടുള്ള ഉൽപ്പന്നങ്ങളുണ്ട്. കിഡ്നിയുടെ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടുന്ന ഉൽപ്പന്നങ്ങളുണ്ട്. അതേപോലെ തന്നെ ഫാറ്റി ലിവർ റെസ്ട്രിക്ട് ചെയ്യാൻ പറ്റാവുന്ന ഉൽപ്പന്നങ്ങളുണ്ട്. ഡിഫറെൻറ്റ് ശ്രേണികളുടെ സബ്ലിംഗ്വൽ ഉൽപ്പന്നങ്ങളുണ്ട്. സബ്ലിംഗ്വൽ പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞാൽ നാവിൻ്റെ താഴെ സ്പ്രേ ചെയ്യുന്ന ഏകദേശം 6-7 ഉൽപ്പന്നങ്ങളുണ്ട്. രാത്രി ഉറക്കക്കുറവാണ് നിങ്ങൾ ഏറ്റവും വലിയ അലട്ടുന്ന പ്രശ്നമെങ്കിൽ അതിന് വേണ്ടുന്ന ഉൽപ്പന്നങ്ങളുണ്ട്. അതേപോലെ നിങ്ങൾക്ക് മുടി കൊഴിച്ചിലാണ് പ്രശ്നമെങ്കിൽ അതിന് ബയോട്ടിൻ സപ്ലിമെൻറ്റേഷൻ ഉണ്ട്. ഏറ്റവും കൂടുതൽ നമ്മൾ ഹൈലൈറ്റ് ചെയ്യാൻ പറ്റാവുന്ന ഒരു സപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേറ്റഡ് മിനറൽ ഡ്രോപ്സ് എന്ന് പറയും. മിനറൽ ഡ്രോപ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, മലമുകളിൽ ഒഴുകി വരുന്ന വെള്ളത്തിലാണ് ഏറ്റവും കൂടുതൽ മിനറൽസ് ഉള്ളത്. ഗ്രേറ്റ് സോൾട്ട് ലേക്ക് ഓഫ് ഭൂട്ടാൻ എക്സ്ട്രാക്ട് ചെയ്തിട്ടുള്ള കോൺസെൻട്രേറ്റ് മിനറൽ ഡ്രോപ്സ് എന്ന് പറയുന്ന പ്രൊഡക്റ്റ് 80ലധികം മിനറൽസ് അടങ്ങിയിട്ടുള്ള ഒരു ഉൽപ്പന്നങ്ങളുണ്ട്. സെയിം സാധനം വിരാട് കോഹ്ലിയൊക്കെ കഴിക്കുന്ന സാധനമാണ് ഒരു ബോട്ടിലിന് 600 രൂപ കൊടുക്കുന്നത്. അതിൻ്റെ സെയിം സാധനമാണ് നമുക്ക് ഏകദേശം 8 രൂപ, വെറും 8 രൂപയ്ക്ക് നമുക്ക് കിട്ടുന്നത്. സോ ഹൈ ക്വാളിറ്റി ഉൽപ്പന്നങ്ങൾ, ഏത് സാധാരണക്കാരനും വിശ്വസിച്ച് പ്രത്യേകിച്ച് ഒരു സൈഡ് എഫക്റ്റും ഇല്ലാത്ത വളരെയധികം ഫാന്റാസ്റ്റിക് ആയിട്ടുള്ള ഹൈ ക്വാളിറ്റി ഉൽപ്പന്നങ്ങൾ, അതേസമയം ഇന്ത്യൻ കമ്പനി ആയതുകൊണ്ട് തന്നെ ഇന്ത്യനൈസ്ഡ് പ്രൈസാണ് നമ്മൾ ഏറ്റവും വലിയ വിഷയമെങ്കിൽ നമുക്ക് 500 രൂപയുടെ താഴെ വരുന്ന ഏകദേശം 25ഓളം ഉൽപ്പന്നങ്ങളുണ്ട്. ഏതൊരു സാധാരണക്കാരനും മേടിച്ച് ഉപയോഗിക്കാൻ പറ്റാവുന്ന രീതിയിലുള്ള ഹൈ ക്വാളിറ്റി
നാച്ചുറൽ അതേപോലെ തന്നെ എഫക്റ്റീവ് ആയിട്ടുള്ള ന്യൂട്രീഷൻ സപ്ലിമെൻറ്റ്സ് നമ്മുടെ കയ്യിലുണ്ട്. എന്തായാലും നിങ്ങൾ ഈ കേട്ടതിൽ നിങ്ങൾ വിളിച്ച വ്യക്തിയായിട്ട് കോൺടാക്ട് ചെയ്യുക, അദ്ദേഹമായിട്ടൊന്ന് ഇരിക്കുക, ഒരു 10-20 മിനിറ്റ് ഇരിക്കുക. അദ്ദേഹം ഒരു വെൽനസ് അഡ്വൈസർ, ഒരു വെൽനസ് കൺസൾട്ടൻറ്റിനെ നിങ്ങളെ പരിചയപ്പെടുത്തി തരുന്നുണ്ടാവും. ആ വെൽനസ് കൺസൾട്ടൻ്റായിട്ട് നിങ്ങളെ പേഴ്സണൽ ഹെൽത്ത് ഇഷ്യൂസ്, നിങ്ങളെ ഫാമിലി ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കണക്ട് ചെയ്യുക. നിങ്ങളുടെ കയ്യിൽ ലബോറട്ടറി റിപ്പോർട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾ അവർക്ക് ഹാൻഡ് ഓവർ ചെയ്യുക. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും സമ്പൂർണ്ണ ആരോഗ്യം കൈവരിക്കട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. വിഷ് യു വെൽത്ത്. താങ്ക് യു വെരി മച്ച്.